ഹായ് എവരിവൺ, എല്ലാവർക്കും മിക്ക നല്ല ഈ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലെല്ലാം കണ്ട പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെ വ്യൂസ് എങ്ങനെ നമുക്ക് മാക്സിമം കൂട്ടാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചാൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ തൊട്ടുള്ള ബെല്ലേക്കും കൂടെ തന്നെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം 47 പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു 47 പോസ്റ്റിൽ 1000 വ്യൂസ് ഇട്ടിട്ട് 2.7 മില്യൺ വ്യൂസ് കിട്ടിയ റീൽസ് വരെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൻ്റെ വ്യൂസ് കൂട്ടാന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീൽസിൻ്റെ മാക്സിമം ഡ്യൂറേഷൻസ് കുറച്ച് നിങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു 20 to 30 സെക്കൻഡ് അല്ലെങ്കിൽ 30 to 40 സെക്കൻഡ് 20 to 40 സെക്കൻഡ് മാക്സിമം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീൽസിൻ്റെ വ്യൂസ് അവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ റീൽസ് അപ്ലോഡ് ചെയ്ത് അപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്ന ടൈമിൽ അവരോട് എനിക്ക് തന്നെ ഒരുപാട് ഷെയറും കാര്യങ്ങളും ഇങ്ങോട്ട് വരാറുണ്ട് അവരുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവർ മാക്സിമം ചെയ്ത് കണ്ടു വെച്ച് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യാനാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കും സേവും ചെയ്യാൻ വേണ്ടി പറയാം. ഷെയറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അവിടെ സേവിനാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ ലൈക്കും സേവും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോളോവേഴ്സിന്, അതായത് നിങ്ങളുടെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ടിലോട്ട് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോളോവേഴ്സ് ഏത് ടൈമിലാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഏത് ടൈമിലാണോ ആക്റ്റീവായിട്ട്, അപ്പോൾ ഞാൻ ഒരു 5-6 അക്കൗണ്ട്സ് ഞാനിങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഏറ്റവും കൂടുതൽ ഏത് ടൈമിലാണ് എല്ലാവരുടെയും ഫോളോവേഴ്സ് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തിലും 6 മണി എന്നുള്ള ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഫോളോവേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം റീൽസ് അപ്ലോഡ് ചെയ്യുന്ന ടൈം 5:30ക്ക് വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒഴിവ് കിട്ടാത്ത സമയമാണ് ഈ ഒരു 5:30 എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു ഫീച്ചറായിട്ട് വന്നിട്ടുള്ളതാണ് ആഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ആഡ് ടോപ്പിക് എന്നുള്ളതിൽ വന്നിട്ട് നിങ്ങൾ വീഡിയോ എന്ത് കണ്ടൻറ്റുമായിട്ട് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ ഏത് കീവേഡുമായിട്ട് റിലേറ്റഡ് ആണോ ആ ഒരു 3 ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ വഴി ആ ഒരു കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ കണ്ടൻറ്റ് ഇൻസ്റ്റാഗ്രാം അൽഗോരിതം അവിടെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ റീച്ചും അല്ലെങ്കിൽ റീൽസിൻ്റെ വ്യൂസും നിങ്ങൾക്ക് അവിടെ കൂട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചാൽ ചാനൽ സബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലേക്കും കൂടെ എന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ.